ലണ്ടനിലേക്ക് വണ്ടി കയറിയ ഒരു മണ്ടന് സംഭവിച്ചത് കണ്ടോ? സോഷ്യൽ മീഡിയയിലൂടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ദിവസേന എത്രയോ വാർത്തകളും ആശയങ്ങളും കാണാറുണ്ട്. എന്നാൽ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നുണ വളരെ വേഗത്തിൽ പ്രചരിപ്പിക്കാൻ എളുപ്പമാണ്. എന്നാൽ ആ നുണയ്ക്ക് എത്ര നാളത്തെ ആയുസ്സുണ്ടാകും? സത്യം എപ്പോഴും സൂര്യനെ പോലെയാണ്. അത് എത്ര മൂടിവെച്ചാലും തീർച്ചയായും പുറത്തു വരിക തന്നെ ചെയ്യും. ലണ്ടനിൽ വെച്ച് സ്വയം പ്രഖ്യാപിത യുക്തിവാദിയായ ആരിഫ് ഹുസൈന് നേരിടേണ്ടി വന്ന ഒരു അനുഭവം ഇതിനൊരു വലിയ ഉദാഹരണമാണ്. ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആനെയും കുറിച്ച് അടിസ്ഥാനരഹിതമായ നുണകൾ പ്രചരിപ്പിച്ചു നടന്ന ആ തെണ്ടിക്ക് ഒരു അന്താരാഷ്ട്ര പൊതുവേദിയിൽ വെച്ച് സത്യത്തിന് മുന്നിൽ പൂർണ്ണമായും തലകുനിക്കേണ്ടി വന്നു. വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്നവർക്ക് പൊതുസമൂഹം നൽകിയ ശക്തമായ മറുപടിയായിരുന്നു അത്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ലണ്ടനിൽ വെച്ച് നടന്ന ഒരു പരസ്യ സംവാദത്തിനിടയിലാണ് ഈ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ ഖുർആനിൽ അനുവാദമുണ്ട് എന്ന രീതിയിൽ ആരിഫ് ഹുസൈൻ മുൻപ് പല വേദികളിലും നുണപ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ ആ വേദിയിലുണ്ടായിരുന്ന ഒരാൾ വളരെ മാന്യമായി എന്നാൽ ശക്തമായി ആരിഫ് ഹുസൈനോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ പറയുന്ന പോലെ ഒരു വാചകം ഖുർആനിൽ എവിടെയാണുള്ളതെന്ന് തെളിവ് സഹിതം ആയത്ത് നമ്പർ സഹിതം കാണിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. താൻ ഖുർആൻ മുഴുവൻ പഠിച്ച ആളാണെന്ന് അവകാശപ്പെട്ടിരുന്ന ആരിഫിന് ആ ചോദ്യത്തിന് മുന്നിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഇന്റർനെറ്റ് കിട്ടുന്നില്ല എന്ന സാങ്കേതിക കാരണം പറഞ്ഞ് അവിടെ നിന്നും തടിയൂരാൻ ശ്രമിച്ച ആരിഫ് ഹുസൈനെ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ ആളുകൾ തങ്ങളുടെ ഫോണുകൾ വരെ അവന്റെ നേരെ നീട്ടി. ഇതാ നെറ്റുണ്ട്, തെളിവ് കാണിക്കൂ എന്ന് ആവശ്യപ്പെട്ടു. ഒടുവിൽ തെളിവ് നൽകാൻ കഴിയാതെ തന്റെ യൂട്യൂബ് ചാനലിൽ ഇടാം എന്ന് പറഞ്ഞ് ആളുകളുടെ കൂക്കുവിളികൾക്കിടയിലൂടെ ആരിഫ് ഹുസൈന് നാറി അവിടെ നിന്നും പിന്മാറേണ്ടി വന്നു. സത്യത്തിൽ ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? ലണ്ടനിലെ ആ വേദിയിൽ വെച്ച് തന്നെ മറ്റൊരു വ്യക്തി ഖുർആനിലെ യഥാർത്ഥ ആയത്ത് തെളിവ് സഹിതം ജനങ്ങൾക്ക് മുന്നിൽ ഓതി കേൾപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമായി യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പറയുന്നുണ്ട്: നിങ്ങളുടെ ഉമ്മമാർ, നിങ്ങളുടെ പെൺമക്കൾ, നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ പിതാവിന്റെ സഹോദരിമാർ, നിങ്ങളുടെ മാതാവിന്റെ സഹോദരിമാർ എന്നിവരെ വിവാഹം കഴിക്കൽ നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും വ്യക്തമായി ഖുർആൻ ഹറാമാക്കിയ ഒരു കാര്യത്തെയാണ് കേവലം കുറച്ച് കൈയടിക്കും താൽക്കാലിക നേട്ടങ്ങൾക്കും വേണ്ടി ഇത്രയും കാലം വളച്ചൊടിച്ച് നുണപ്രചാരണം നടത്തിയത്. സത്യം പുറത്തു വന്നപ്പോൾ ആ നുണപ്രചാരണം എത്രത്തോളം പൊള്ളയായിരുന്നു എന്ന് ലോകം മനസ്സിലാക്കി. ഈ സംഭവം നമ്മളെല്ലാവരും ഗൗരവമായി ചിന്തിക്കേണ്ട ചില സാമൂഹിക പാഠങ്ങൾ നൽകുന്നുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മതസൗഹാർദ്ദവും സമാധാനവും തകർക്കാൻ പല വിധത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു മതത്തെയോ ആശയത്തെയോ വിമർശിക്കാനും ചോദ്യം ചെയ്യാനും ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ആ വിമർശനം നുണകളുടെയും അപവാദങ്ങളുടെയും വ്യക്തിപരമായ വിദ്വേഷത്തിന്റെയും പുറത്താകരുത്. വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമായ ഈ ആധുനിക യുഗത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അത് കണ്ണടിച്ച് വിശ്വസിക്കുന്നതിന് മുൻപ് അതിന്റെ സത്യാവസ്ഥ സ്വന്തമായി പരിശോധിക്കാൻ നമ്മൾ തയ്യാറാകണം. അന്ധമായ വിദ്വേഷം മനുഷ്യന്റെ വിവേകത്തെയും ചിന്താശേഷിയെയും ഇല്ലാതാക്കും. പരസ്പര ബഹുമാനവും അറിവുമാണ് ഒരു നല്ല സമൂഹത്തിന്റെ അടിത്തറ. വിദ്വേഷം വിതറുന്നവർക്ക് താൽക്കാലികമായി ആളുകളെ പറ്റിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ സത്യത്തിന്റെ വെളിച്ചത്തിന് മുന്നിൽ അവർക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല.